ഡാൻ കുര്യനാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ കൂടി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാനി, ഇപ്പോൾ കൊച്ചിയിലെ സാഹചര്യം എങ്ങനെയാണ്? അല്പസമയം കൂടി കഴിയുമ്പോൾ പ്രതിഷേധ പ്രകടനങ്ങളുമായി ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിരത്തിലിറങ്ങുന്ന വാഹനങ്ങൾ കൂടി ഓടാനുള്ള സാധ്യത കുറയും. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അനുശ്രീ, കൊച്ചിയിലെ നിരവധിയായി സ്വകാര്യ വാഹനങ്ങൾ നിരവധിയായി നിരത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ടാക്സി സംവിധാനങ്ങളും ഒരു പരിമിതമായ രീതിയിലെല്ലാം തന്നെ ചിലയിടത്തിൽ സർവീസുകൾ കാണുന്നുണ്ട്. എങ്കിലും സർവീസുകളുണ്ട്. ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ ടാക്സി സർവീസുകളിലേക്കും കടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഞാനിപ്പോൾ ഉള്ളത് വൈറ്റ്ല മൊബിലിറ്റി സ്റ്റേഷനിലാണ്. ഇവിടെ പൂർണ്ണമായും തന്നെ ഇവിടെ സർവീസിന് ഇത് ബാധിച്ചിട്ടുണ്ട്. കാരണം നമുക്കറിയാം KSRTCയും അതോടൊപ്പം തന്നെ സ്വകാര്യ ബസ്സുകളും എല്ലാം തന്നെ ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടെ ഈ സ്വകാര്യ ബസ്സുകൾ നമുക്ക് നിരത്തിയിട്ടിരുന്ന് കാണാം. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിലേക്ക് വരുന്നത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് എറണാകുളത്താണ്. കാരണം കൊച്ചി കേന്ദ്രീകൃതമായും എറണാകുളം ജില്ലയുടെ മറ്റ് മേഖലകൾ കേന്ദ്രീകരിച്ചും എല്ലാം സ്വകാര്യ ബസ്സുകളാണ് യാത്രക്കാർക്ക് കൂടുതലായും ആശ്രയിക്കാനുള്ളത്. കൂടുതൽ സർവീസ് നടത്തുന്നതെല്ലാം തന്നെ KSRTC സർവീസ് ഇല്ലാത്തിടത്തേക്കെല്ലാം തന്നെ കൂടുതൽ വരുന്നതെല്ലാം ഈ രീതിയിലുള്ളതാണ്. ഈ സർവീസുകളെ ആശ്രയിച്ച ആളുകൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. ഇവിടേക്ക് അപൂർവം യാത്രക്കാരാണ് ഇവിടേക്ക് എത്തുന്നത്. കാരണം പലയിടങ്ങളിലായിട്ട് സർവീസ് നടത്തുന്നത്, അതായത് നേരത്തെ തുടങ്ങിയ സർവീസുകൾ കടന്നു പോകുമ്പോൾ അത് ആ സർവീസ് അവസാനിക്കുന്ന മുറയ്ക്കാണ് അത് സമരത്തിലേക്ക് നീങ്ങുന്നത്. അതായത് സമരത്തിന് മുൻപ് തുടങ്ങിയ സർവീസുകൾ അത് ഈ സമയവും ഓടാനുണ്ട്. അപ്പോൾ അങ്ങനെ വന്നുപെടുന്ന യാത്രക്കാർ കുറച്ച് പേരെങ്കിലും ഈ ഭാഗത്തെല്ലാം തന്നെ ഉണ്ട്. പലർക്കും തന്നെ ഒരു വിഷയം, ഇവർക്കൊരു കണക്ടിവിറ്റി അവർക്ക് കിട്ടുന്നില്ല. കാരണം മറ്റിടങ്ങളിലേക്ക് പോകുന്നത് കൂടുതലായും തന്നെയും മറ്റ് സർവീസുകളെ, സ്വകാര്യ ബസ് സർവീസുകളെയും അല്ലെങ്കിൽ ഇതുപോലുള്ള കണക്ടിവിറ്റി സർവീസുകളെയും തന്നെ ആശ്രയിച്ചായിരിക്കും ഏതാണ്ട് പോകുന്നത്. പക്ഷെ അവർക്ക് പിന്നീട് ഇവിടെ കുടുങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലെല്ലാം തന്നെ കാണുന്നു. കുറച്ച് യാത്രക്കാരെല്ലാം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് എത്തുന്നത്? ചെന്നൈയിൽ നിന്ന്. ഇന്നലെ ഇവിടെ നിന്ന് പോന്നു. എന്തെങ്കിലും ആവശ്യമായിട്ട് ഇവിടേക്ക് വന്നതാണോ? അല്ല, വീട്ടിലേക്ക് പോകാനായിരുന്നു. മൂവാറ്റുപുഴയിൽ. ഇനിയിപ്പോ ഇവിടെ എന്താണ് പറയുന്നത്? ബസ്സിനെ ആശ്രയിച്ചോ അതോ ഏതെങ്കിലും ബസ്സിനെ ആശ്രയിച്ച് പോകുന്ന വെച്ചുകൊണ്ട് തന്നെയാ. വേറെ ഇപ്പം നോക്കിയിട്ടേ ഇല്ല. വിളിച്ചപ്പോ ഒന്നും കിട്ടിയൊന്നുമില്ല. ബസ് അങ്ങനെ വല്ലതും പറഞ്ഞോ? ചോദിച്ചപ്പോ 4 കഴിയുമെന്നൊക്കെയാ പറയുന്നത്. 4 മണി വരെ ഇവിടെ എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. നോക്കാന്ന് വെച്ചോണ്ടാ. ഭക്ഷണം അടക്കും. കാരണം ഹോട്ടലുകളെല്ലാം ഈ സമരത്തിലേക്ക് പലരും എല്ലാം അടച്ചിട്ടേക്കുവാണ്. പ്രതിസന്ധിയാണ്. അദ്ദേഹം ചെന്നൈയിൽ പോയിരുന്നാണ്. അപ്പോൾ തിരിച്ചു വരുന്നത് ഇതുപോലെ വന്ന് ഈ സർവീസ് ഇവിടെ വന്ന് ടെർമിനലിൽ വന്ന് പെടുന്ന ആളുകളുടെ ഒരു വിഷയം തന്നെയാണ്. കാരണം അവർക്ക് പിന്നീട് മുന്നോട്ട് പോകാനുള്ള ഒരു സൗകര്യം അവർക്ക് ലഭിക്കാത്ത ആ ഒരു സാഹചര്യം തന്നെ ഉണ്ട്. ഇതേപോലെ വന്നുപെടുന്നവർക്ക് അടുത്ത ദൂരത്താണെങ്കിൽ പലപ്പോഴും തന്നെ ടാക്സി സർവീസുകളെ ആശ്രയിച്ചുകൊണ്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ കൂടുതൽ ദൂരത്തേക്ക് പോകുന്നവർക്ക് ആ രീതിയിലേക്ക് അവർക്ക് കഴിയുകയില്ല. ഏതായാലും അങ്ങനെ നഗരത്തിന്റെ വിവിധ ഇതുപോലുള്ള ഈ സർവീസ് KSRTC പോലുള്ള ഇത്തരം ഇടങ്ങളിലെല്ലാം തന്നെ ഇതുപോലുള്ള ആളുകൾ അപൂർവമായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. പലരും തന്നെ ദീർഘദൂര ജില്ലയുടെ മറ്റിടങ്ങളിലേക്ക് പോകാനായിട്ട് വരുന്നവർക്കാണ് കൂടുതലായിട്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നത്. സിറ്റിക്കകത്ത് കുറച്ചെങ്കിലും ടാക്സിയെയും അതോടൊപ്പം തന്നെ സ്വകാര്യ വാഹനങ്ങളെയും തന്നെ ആശ്രയിക്കാനായിട്ട് സാധിക്കും. മറ്റിടങ്ങളിലേക്ക് പോകുന്നവർ കൂടുതലായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് ഉള്ളത്. അല്പസമയം കഴിയുമ്പോൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളെല്ലാം പൊതുനിരത്തെ പ്രത്യേകിച്ച് MG റോഡ്, മറൈൻ ഡ്രൈവ് കേന്ദ്രീകരിച്ചെല്ലാം തന്നെ നടക്കുന്നുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ തടയില്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അതുകൊണ്ട് തന്നെയാണ് കൂടുതലും സ്വകാര്യ വാഹനങ്ങൾ ഇറങ്ങുന്നത്. അതായത് ഈ ടാക്സി സർവീസുകളെ കുറച്ച് കഴിയുമ്പോൾ അത് ഇപ്പോൾ സർവീസ് നടത്തുന്നവരെ അത് തടയാനുള്ളൊരു സാധ്യതകളെല്ലാം തന്നെ കൂടുതലാണ്. മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. കൊച്ചി മെട്രോയെ ആശ്രയിച്ചുകൊണ്ട് വലിയ രീതിയിൽ ആലുവ വരെയും തൃപ്പൂണിത്തുറ വരെയുമുള്ള ഇടങ്ങളിലേക്ക് ആളുകൾക്ക് പോകാനായിട്ട് സാധിക്കുമെന്നത് ഈ ഘട്ടത്തിൽ വലിയൊരു ആശ്വാസം തന്നെയാണ്. ആ രീതിയിലുള്ള സർവീസുകളെല്ലാം തന്നെ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻഫോ പാർക്ക് പോലുള്ള ഇടങ്ങളിലേക്ക് കൂടുതൽ ആളുകൾക്ക് എത്താനായിട്ട് അവർ സ്വകാര്യ വാഹനങ്ങളെ തന്നെ ആശ്രയിച്ചാണ് ആ മേഖലയിൽ കൂടുതലും ഉള്ളത്. അപ്പോൾ ഇവിടങ്ങളിലെല്ലാം തൊഴിലിടങ്ങൾ നടന്നു പോകുന്നു. മറ്റിടങ്ങളിലെല്ലാം തന്നെ ഈ പണിമുടക്കിനെ ബാധിച്ച ഒരവസ്ഥ തന്നെയാണ്. പല വ്യാപാര സ്ഥാപനങ്ങളും തന്നെ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുന്നുമില്ല. അനുശ്രീ. ശരി, ഡാനിപ്പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.